ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. നമസ്തേ. അധ്യാത്മ രാമായണ പാരായണത്തിൻ്റെ 9-ാം ദിവസം. നമ്മൾ ഈ 9-ാം ദിവസത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ അധ്യാത്മ രാമായണത്തിൻ്റെ 2-ാമത്തെ കാണ്ഡമായിട്ടുള്ള അയോധ്യാകാന്ഡം സമാപിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്നലെ 8-ാമത്തെ ദിവസം നമ്മൾ കണ്ടു ദശരഥന്റെ ചരമവാർത്തയും അതോടൊപ്പം തന്നെ കേകയ രാജ്യത്തിൽ നിന്ന് ഭരതന്റെ പ്രത്യാഗമനവും പിന്നീട് ഭരതവിലാപവും സംസ്കാരകർമ്മം കഴിഞ്ഞതിന് ശേഷം ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഭരതൻ വസിഷ്ഠ മുനിയോട് ഇക്കാര്യം പറയുന്നു. കാരണം ഞാനല്ല രാജാവാകേണ്ടത്, എൻ്റെ ഏട്ടനാണ് രാജാവാകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഏട്ടനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരും എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് എല്ലാവരും ഭരതനെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്താണ്, ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനാണോ നീ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ 8-ാമത്തെ ദിനം സമാപിക്കുന്നത്. അതേപോലെ തന്നെ 9-ാമത്തെ ദിനം ആരംഭിക്കുന്നത്. 9-ാമത്തെ ദിനമായിട്ടുള്ള നമ്മൾ ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് ഭരതന്റെ വനയാത്രയും അതുപോലെ തന്നെ ഭരത രാഘവ സംവാദവും അത്യാശ്രമ പ്രവേശവുമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ അയോധ്യാകാന്ഡം അവിടെ പൂർണ്ണമാവുകയാണ്. ഭരതൻ എല്ലാവരോടും പറയുകയാണ്, ഞാൻ മാത്രമല്ല, വസിഷ്ഠനും അരുന്ധതി ദേവിയും എല്ലാ അമ്മമാരും, അതായത് കൈകേയും സുമിത്രയും കൗസല്യയും എല്ലാ അമ്മമാരും, പിന്നെ നാനാപുരവാസികളും സുമന്ത്രടക്കമുള്ള മന്ത്രിമാരും എല്ലാവരും കൂടിയിട്ട് എന്താണ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി പിറ്റേന്ന് രാവിലെ തന്നെ കാട്ടിലേക്ക് തിരിച്ചിട്ട് അവർ നേരെ ശൃംഗിവേരപുരത്തിലേക്ക് എത്തി. നമുക്കറിയാം, ശൃംഗിവേരപുരത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഗുഹനെ കാണുന്നതും നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെ മാറോടണയ്ക്കുന്നത്. അപ്പോൾ ശൃംഗിവേരപുരത്തെത്തിയ സമയത്ത് ഗുഹൻ ദൂരെ നിന്ന് കാണുകയാണ് ഭരതൻ ഒരു വലിയ പടയുമായിട്ട് വരികയാണ്. അത് കാണുന്ന സമയത്ത് ഗുഹൻ ആദ്യം സംശയം തോന്നുകയാണ്. കാരണം രാമനെ കാട്ടിലേക്ക് അയച്ച ആളാണ് ഭരതൻ, അപ്പോൾ രാജ്യം പിടിച്ചടക്കിയ ആളാണ് ഭരതൻ. ഗുഹൻ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഈ കാട്ടിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ച് ശ്രീരാമനെ വധിക്കാനാണോ ഈ സൈന്യവുമായിട്ട് വരുന്നത് എന്ന ഒരു ചിന്ത ഗുഹനുണ്ടായി. ഗുഹൻ തൻ്റെ സൈന്യത്തോട് പറയുകയാണ്, ഗുഹനുണ്ട് കാട്ടിൽ സൈന്യം. ഗുഹൻ തൻ്റെ സൈന്യത്തോട് പറയുകയാണ്, ശ്രീരാമദേവനെ ആക്രമിക്കാനാണ് ഭരതന്റെ ഈ വരവെങ്കിൽ നമ്മളെല്ലാം പോരാടണം. ഇനി അതല്ല, സഹായിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മളെല്ലാം സഹായിക്കാനും നിൽക്കണം. ഞാൻ ആദ്യം ഇതൊന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഗുഹൻ പൂവും കായ്കളും ഒക്കെ ആയിട്ട് നേരെ ഭരതന്റെ അടുത്തെത്തിയിട്ട് ഭരതനെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. കാരണം ഭരതൻ അയോധ്യയിലെ രാജാവാണ്. രാജാവായില്ലെങ്കിലും ഗുഹനെ സംബന്ധിച്ചിടത്തോളം രാജാവാണ്. ഗുഹന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ നിഷാദ രാജ്യം മാത്രമാണ്. അപ്പോൾ ഗുഹനെ ഭരതൻ വളരെ സ്നേഹത്തോടു കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ഗുഹൻ കാണുകയാണ്, എന്താണ്, ഭരതൻ ജടാവൽക്കലധാരിയായിട്ടാണുള്ളത്. ഇത് കണ്ട സമയത്തിന് ഗുഹന് കാര്യങ്ങളുടെ ഏകദേശമൊക്കെ പിടികിട്ടി. എന്നിട്ട് ഉടനെ ഭരതൻ ഗുഹനോട് പറയുകയാണ്, നിന്നെ ശ്രീരാമൻ ആലിംഗനം ചെയ്തു, ഞാൻ ആ വാർത്ത അറിഞ്ഞിരുന്നു, നീ ധന്യനാണ്. അതായത് എവിടെയാണ് എൻ്റെ ഏട്ടൻ ഇരുന്നത്, എവിടെയാണ് എൻ്റെ ഏട്ടൻ കിടന്നുറങ്ങിയത്, എനിക്ക് ആ സ്ഥലമൊക്കെ എന്നെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ ഗുഹന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം ഈ ഭരതന്റെ സഹോദര സ്നേഹം കണ്ടിട്ട്. എന്നിട്ട് ഭരതനോട് പറയുകയാണ്, നീ എന്താണ്, നീ ഉത്തമന്മാരിൽ അത്യുത്തമൻ തന്നെയാണ്. ഇതാ ഈ വിരിപ്പ് കണ്ടോ, അതൊരു കുശപ്പ് പുല്ലിന്റെ ഒരു വിരിപ്പായിരുന്നു, പുല്ലൊക്കെ വിരിച്ചിട്ട ഒരു വിരിപ്പാണ്. ഈ വിരിപ്പ് കണ്ടോ, ഈ വിരിപ്പിലാണ് സീതാദേവിയോടൊത്ത് ശ്രീരാമദേവൻ ഇന്നലെ രാത്രി ശയിച്ചത്, ഈ വിരിപ്പിലാണ്. അപ്പൊ ഇത് കണ്ട സമയത്ത് ഭരതന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായിട്ട് ഒഴുകി. എന്നിട്ട് പറയുകയാണ്, മാളിക മുകളിൽ പട്ടുമെത്തയിൽ കിടന്ന എൻ്റെ ഏട്ടൻ ഇതാ ഇവിടെ ഈ പുല്ല് കൊണ്ട് വിരിച്ച ഈ വിരിപ്പിൽ കിടന്നിറങ്ങേണ്ടി വന്നല്ലോ ഈ നിലത്ത്. ഇത് എൻ്റെ കുറ്റമാണ്, പാപിയായ കൈകേയി ചെയ്തതാണ് ഇങ്ങനെ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ വന്നിരുന്നത്. ലക്ഷ്മണന്റെ ജന്മം എത്ര
സഫലമാണ്. കാരണം ലക്ഷ്മണൻ ഏട്ടനോട് കൂടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എനിക്കതിനും പറ്റിയില്ലല്ലോ. അപ്പം ഇങ്ങനെ വളരെ വിഷമിച്ച് ഭരതനെ കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോഴെൻ്റെ ഏട്ടൻ എവിടെയാണുള്ളത്, എനിക്ക് വേഗം തന്നെ എൻ്റെ ഏട്ടനെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ ഗുഹൻ പറയുകയാണ്, എന്താണ്, അങ്ങ് പുണ്യവാനാണ്, അതുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ തോന്നുന്നത്. ഗംഗാനദി കടന്ന് ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരകളിലാണ് സീതാദേവിയോടൊന്നിച്ചും ലക്ഷ്മണനോടൊന്നിച്ചും ശ്രീരാമൻ വസിക്കുന്നത്. ഞാൻ അവിടത്തേക്ക് കൊണ്ടുചെന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ഭൃത്യന്മാരെയൊക്കെ വിളിച്ചിട്ട് ഒരു 500ഓളം തോണികൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ തോണികളിൽ ഇവരെ മുഴുവൻ അക്കരയ്ക്ക്, ഗംഗാനദിക്ക് അക്കരയ്ക്ക് കടത്തുകയാണ്. എന്നിട്ട് ചിത്രകൂടത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഭരതനും ഈ പടയും എല്ലാവരും കൂടിയിട്ട് നേരെ ഭരദ്വാജാശ്രമത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിയ സമയത്ത് ഭരദ്വാജ മഹർഷി ഭരതനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ വേഷം, രാജകുമാരനല്ലേ, ഈ ജടാവൽക്കരധാരിയായിട്ട് കാട്ടിലേക്ക് എഴുന്നള്ളാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കാട്ടിലേക്ക് വന്നത്? അപ്പോൾ ഭരതൻ പറയുകയാണ്, അങ്ങ് ദിവ്യ ദൃഷ്ടിയുള്ള ആളാണ്, എനിക്കതറിയാം, അങ്ങേക്കറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് വന്നത് എന്ന്. ഞാൻ എൻ്റെ ഏട്ടൻ്റെ പാദം ഭജിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് എൻ്റെ ഏട്ടനെ അഭിഷേകം ചെയ്തിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം, അതിനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. ആ സമയത്ത് ഭരദ്വാജ മുനി പറയുന്നു, എനിക്കെല്ലാം അറിയാം, എനിക്ക് ലക്ഷ്മണനേക്കാൾ ഏട്ടനോടുള്ള ഭക്തി നിനക്കാണ് കൂടുതലുള്ളത് എന്ന് പോലും എനിക്കറിയാം. അപ്പോൾ എനിക്ക് അതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. കാരണം നീ ഇങ്ങനെ കാട്ടിലേക്ക് ആഗമിച്ചല്ലോ, എനിക്ക് വളരെയധികം സന്തോഷമാണ്. നിങ്ങളെല്ലാവരും എന്താണ് ഇന്ന് ഇവിടെ എൻ്റെ സൽക്കാരം സ്വീകരിച്ചിട്ട് ഇവിടെ വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് ഭരതൻ വസിഷ്ഠനൊക്കെ തയ്യാറാവുകയാണ്. എന്നിട്ട് ഈ ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് കാമധേനു എന്ന പശുവുണ്ട്. കാമധേനു എന്ന പശുവോട് എന്താവശ്യപ്പെട്ടാലും അത് കിട്ടും. അപ്പോൾ കാമധേനു എന്ന പശു അവിടെ നിന്നാണ് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര ചെയ്യുകയാണ്, ചിത്രകൂട പർവ്വതത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ ചിത്രകൂട പർവ്വതം കണ്ടു, അവിടത്തേക്ക് എത്തി. അവിടെ എത്തിയ സമയത്ത് എന്താണ്, അവിടെ കാണുകയാണ്, നല്ലൊരു ആശ്രമം കാണുകയാണ്. ഒരുപാട് പൂക്കളും കായ്കളും പല രീതിയിലുള്ള മരങ്ങളും ഒക്കെയുള്ള ആശ്രമം കാണുകയാണ്. അവിടെ എന്താണ്, മരവുരിയൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നത് കാണുകയാണ്. ശ്രീരാമദേവന്റെയും ലക്ഷ്മണന്റെയും വസ്ത്രമാണ് മരവുരി, അതൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നത് കാണുകയാണ്. നല്ല നല്ല പറവകളൊക്കെ പറക്കുകയാണ്, മാനും കുരങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും കാലടിപ്പാടുകൾ ഭരതൻ കാണുകയാണ്. അത് കണ്ട സമയത്ത് തന്നെ ഭരതൻ ആ കാലടിപ്പാടുകളിൽ വീണുരുളുകയാണ്. എന്നിട്ട് എന്താണ്, അവിടെ നമസ്കരിക്കുകയാണ്. അങ്ങനെ നേരെ ആശ്രമത്തിന്റെ സമീപത്തെത്തിയ സമയത്ത് എന്താണ്, ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമനെയും അനുജനായിട്ടുള്ള ലക്ഷ്മണനെയും സീതാദേവിയെയും കാണുകയാണ്. ഉടൻ തന്നെ ജ്യേഷ്ഠന്റെ കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ ശ്രീരാമദേവൻ വളരെ സ്നേഹത്തോടു കൂടി ഭരതനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആലിംഗനം ചെയ്തു. എല്ലാവരുടെയും കണ്ടുനിന്ന് എല്ലാവരുടെയും കണ്ണീർ നിറഞ്ഞു. കാരണം എന്താണ്, ഇവിടെ ഈ ഭ്രാതൃസ്നേഹം കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറയുകയാണ്. അപ്പോൾ അവിടെ അമ്മമാരൊക്കെ ഈ പശുക്കിടാവിനെ കണ്ട പശുവിനെ പോലെ അമ്മമാർ ഈ രാമനെ വന്നിട്ട്, പ്രത്യേകിച്ചും കൗസല്യ വന്നിട്ട് മാറോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ കൈകേയിയും സീതാദേവിയെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പുണരുകയാണ്. ആലോചിക്കുക, കൈകേയിയാണ് ഇവരെ കാട്ടിലേക്ക് വിട്ടത്, കൈകേയിയാണ്. കൈകേയിയും സീതാദേവിയെ വളരെ സന്തോഷത്തോടു കൂടി ദുഃഖത്തോടു കൂടി കെട്ടിപ്പുണരുകയാണ്. കാരണം ചെയ്തതൊക്കെ തെറ്റായി എന്നുള്ള കാര്യം കൈകേയിക്ക് മനസ്സിലായി. കാരണം താൻ എന്താണോ നിർബന്ധിച്ച് ചോദിച്ച് വാങ്ങിയത് അത് തൻ്റെ മകൻ ആവശ്യമില്ല, അതൊക്കെ മനസ്സിലായി. അങ്ങനെ എല്ലാവരും എന്താണ് വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം കുശലാന്വേഷണം നടത്തുന്ന സമയത്ത് ശ്രീരാമദേവൻ വസിഷ്ഠനെ പാദം നമസ്കരിച്ചിട്ട് പറയുകയാണ്, അച്ഛൻ എങ്ങനെ, സുഖം തന്നെയല്ലേ, അച്ഛൻ്റെ വൃത്താന്തം എന്തൊക്കെയുണ്ട്, അച്ഛൻ എന്താണ് പറഞ്ഞത്, അച്ഛൻ എന്താണ് ചോദിച്ചത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് വസിഷ്ഠ മഹർഷി പറയുകയാണ്, അച്ഛൻ എന്താണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ധന്യമായി. കാട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. അങ്ങനെ ആ ദുഃഖത്തിൻ്റെ പര്യവസാനത്തിൽ അദ്ദേഹം സ്വർഗപ്രാപ്തി കൈവരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേവേന്ദ്രനോടൊന്നിച്ച് സ്വർഗത്തിൽ അദ്ദേഹം സസുഖം വാഴുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് തന്നെ ശ്രീരാമദേവൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. സീതാദേവിയും ലക്ഷ്മണനും ഇത് കേട്ട സമയത്ത് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ വസിഷ്ഠൻ ഇവരെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. ബോധമുണർന്ന ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം എന്താണ്, ഉദകക്രിയകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവരവർ ഭുജിക്കുന്ന അന്നം തന്നെ എന്താണ് ഉദകക്രിയയായിട്ട് പിണ്ടമായിട്ട് പിതൃക്കൾക്ക് വെക്കണമെന്നാണ് സ്മൃതികളും വേദങ്ങളൊക്കെ പറയുന്നത്.
അപ്പോൾ അവർ തന്നെ ഭുജിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ, ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ, അങ്ങനെയാണ് വേദങ്ങൾ പറയുന്നത്. ഭക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആ അന്നം എന്താണ്, ഉദകക്രിയ, പിതൃ തർപ്പണം ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭരതൻ ജ്യേഷ്ഠനോട് സംസാരിക്കുകയാണ്. ഭരത രാഘവ സംവാദം എന്നാണ് ആ ഭാഗത്തിന് കൊടുത്തിട്ടുള്ള പേര്. അപ്പോൾ ഭരതൻ ശ്രീരാമദേവനോട് പറയുകയാണ്, ഞാൻ അഭിഷേകത്തിനുള്ള സാധനങ്ങളൊക്കെ, സാമഗ്രികളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയെ ഇവിടെ എന്താണ് അഭിഷേകം ചെയ്യും, അങ്ങ് തന്നെ രാജ്യം ഭരിക്കണം. ക്ഷത്രിയധർമ്മമാണ് പുലർത്തേണ്ടത്, അല്ലാതെ വാനപ്രസ്ഥം കാട്ടിലേക്ക് വരാനായില്ല. ക്ഷത്രിയധർമ്മമൊക്കെ പുലർത്തിയതിന് ശേഷമാണ്, അതൊക്കെ കഴിഞ്ഞ് എന്താണ് രാജ്യമൊക്കെ ഭരിച്ച് മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം അവരെ രാജ്യം ഏൽപ്പിച്ചതിന് ശേഷമാണ് വനത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇപ്പം അതിനായില്ല. അതുകൊണ്ട് ജ്യേഷ്ഠൻ എന്താണ് രാജ്യം ഭരിക്കണമെന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രീരാമദേവൻ പറയുകയാണ്, അച്ഛൻ എനിക്ക് 14 വർഷത്തെ വനവാസമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് അച്ഛൻ്റെ ആജ്ഞയാണ്. അച്ഛൻ്റെ ആജ്ഞ ധിക്കരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പതിക്കും. എനിക്കച്ഛൻ വിധിച്ചിട്ടുള്ളത് ദണ്ഡകാരണ്യമാണ്, നിനക്കച്ഛൻ വിധിച്ചത് രാജ്യമാണ്. അതുകൊണ്ട് ആ കർത്തവ്യം നീ നിറവേറ്റണം, ഈ ആജ്ഞ ഞാൻ നിറവേറ്റാമെന്ന് പറയുകയാണ്. അപ്പോൾ ഭരതൻ പറയുകയാണ്, അച്ഛനൊരു സ്ത്രീലമ്പടനാണ്, അജ്ഞനാണ്, സ്വബോധമില്ലാതെ അച്ഛൻ പറഞ്ഞതാണ് അതൊക്കെ. വൃദ്ധനായ അച്ഛനിൽ രജോഗുണം കൂടുതലായി ബാധിച്ചത് കൊണ്ടാണ് അച്ഛൻ അത് പറഞ്ഞത്, അത് സ്വീകാര്യമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയാണ്, അങ്ങനെ പറയരുത്, കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞത് അസത്യ ഭയം കൊണ്ടാണ്. അപ്പോൾ എന്താണ്, സത്യം പരിപാലിക്കപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അസത്യ ഭയം അച്ഛനുണ്ടായിരുന്നു, അതുകൊണ്ട് അച്ഛനെ ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല എന്ന് പറയുക. അപ്പോൾ ഭരതൻ പറയുകയാണ്, ഞാൻ വനവാസം ഏറ്റെടുക്കാം, ജ്യേഷ്ഠൻ എനിക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറയുകയാണ്, നിനക്കാണ് രാജ്യം തന്നിട്ടുള്ളത്, നിന്നെയാണ് രാജ്യം ഏൽപ്പിച്ചിട്ടുള്ളത്, എനിക്ക് അച്ഛൻ വിധിച്ചത് കാടാണ്. അപ്പോൾ അതിന് വിപരീതമായിട്ട് നമ്മൾ രണ്ടുപേരും ചെയ്യാൻ വേണ്ടി പാടില്ല, അത് സത്യവിരോധമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. ആ സമയത്ത് ഭരതൻ പറയുന്നു, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാനും കൂടെ ഏട്ടൻ്റെ കൂടെ വരാം. ഇല്ല എങ്കിൽ, എന്നെ ഇതിന് സമ്മതിക്കില്ല എങ്കിൽ ഞാൻ ഇവിടെ നിരാഹാരം കടന്ന് ഞാൻ മരിക്കുമെന്ന് പറയുന്നിട്ട് അവിടെ തന്നെ ദർഭ വിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ഏട്ടൻ ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിരാഹാരം കടന്ന് മരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ സമയത്ത് എന്താണ്, ഇത് എത്ര ആശ്വസിപ്പിച്ചാലും മനസ്സിലാകില്ല എന്ന ഘട്ടം എത്തിയ സമയത്ത് ശ്രീരാമദേവൻ വസിഷ്ഠ മഹർഷിയോട് കണ്ണിറുക്കി കാണിക്കുകയാണ്, കാര്യങ്ങൾ പറയാൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വസിഷ്ഠ മഹർഷി ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താണ്, രാമതത്വം ഭരതന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭരതനോട് പറയുകയാണ്, ജ്യേഷ്ഠൻ എന്താണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. രാവണ മുതലായിട്ടുള്ള രാക്ഷസന്മാരെ നിഗ്രഹിച്ചതിന് ശേഷം ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, ധർമ്മരക്ഷാർത്ഥമാണ് ശ്രീരാമനായിട്ട് അവതരിച്ചത്. സീതാദേവിയാകട്ടെ യോഗമായയാണ്, ലക്ഷ്മണനാകട്ടെ അനന്തന്റെ അവതാരമാണ്. അപ്പോൾ അതുകൊണ്ടെന്താണ്, നീ മറ്റൊന്നും ചിന്തിക്കരുത്, രാമൻ കേവലം മനുഷ്യനല്ല. പിന്നെ മന്ദരയും കൈകയും അങ്ങനെ പ്രവർത്തിച്ചത് അവരറിഞ്ഞുകൊണ്ടല്ല, അതെന്താണ് ദേവന്മാരുടെ പ്രവർത്തനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിന്റെ ഈ ശ്രമം വേണ്ട, നീ ഇവിടെ നിരാഹാരം കിടന്ന് മരിക്കാനുള്ള ഈ ശ്രമം വേണ്ട, അത് നല്ലതല്ല, നീ ഈ രാമതത്വം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാമതത്വം വസിഷ്ഠൻ ഭരതന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നീ അതുകൊണ്ട് അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു പോവുക, 14 വർഷത്തിന് ശേഷം ശ്രീരാമദേവൻ തിരിച്ചു വരും എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭരതൻ പറയുകയാണ്, ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോകാം, കാരണം ഞാൻ ഏട്ടൻ്റെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമേ രാജ്യം ഭരിക്കും, എനിക്ക് രാജ്യം വേണ്ട. അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ പാതുകങ്ങൾ എനിക്ക് തരണം, ആ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചിട്ട് ഞാൻ അതനുസരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കാം എന്ന് അവസാനം സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്രീരാമദേവന്റെ മെതിയടി വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി സ്വീകരിച്ച് അതുമായിട്ട് അത് ശിരസിൽ വെച്ചിട്ട് ശ്രീരാമദേവൻ ഭരതൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ തിരിച്ചു വരുന്നതിന് മുമ്പേ ശ്രീരാമദേവനോട് പറയുന്നുണ്ട്, 14 വർഷം തികഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം അങ്ങ് അയോധ്യയിൽ എത്തിയില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്തും, 14 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ അയോധ്യയിൽ തിരിച്ചെത്തുമെന്ന് ശ്രീരാമദേവൻ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ യാത്രാനുമതി കൊടുത്ത് ഭരതനും പടയൊക്കെ തിരിച്ച് അയോധ്യയിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അവർ ഗുഹനെ കാണുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഭരതനും ശത്രുഘ്നനും അയോധ്യയിലേക്ക് എത്തിയെങ്കിലും അയോധ്യ എന്നുള്ള നഗരത്തിൽ അവർ പോകുന്നില്ല. തൊട്ടടുത്തുള്ള നന്ദി ഗ്രാമത്തിൽ അവിടെ ശ്രീരാമപാദുകം അവിടെ സിംഹാസനത്തിൽ വളരെ ആദരവോടുകൂടി വെച്ചിട്ട് ഭരതൻ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് കാട്ടിൽ ശ്രീരാമദേവൻ ലക്ഷ്മണനോട് സീതയോടും കൂടി പറയുകയാണ്, അയോധ്യാവാസികളൊക്കെ ഇവിടെ എത്തിയതാണ്,
അവരെന്താണ് അവർ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇനി ഇടക്കിടയ്ക്ക് ബന്ധുക്കൾ ഇവിടെ വരും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് മാറണം, ദണ്ഡക വനത്തിലോട്ട് നമ്മൾ പ്രവേശിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ ദണ്ഡക വനത്തിലോട്ട് യാത്രയാവുകയാണ്. അങ്ങനെ ദണ്ഡക വനത്തിലോട്ട് യാത്രയായ സമയത്ത് ഇവർ ആദ്യം എത്തിച്ചേരുന്നത് അത്യാശ്രമ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ്. അത്യാശ്രമ പ്രവേശം എന്നുള്ള രീതിയിലാണ് അത് അധ്യാത്മരാമായണത്തിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അത്രി മഹർഷിയുടെ പത്നിയാണ് അനസൂയ, തപസ്വിനിയാണ്. അപ്പോൾ മഹർഷിയുടെ അടുത്തെത്തിയ സമയത്ത് മഹർഷിയുടെ പാദങ്ങളിൽ ഇവർ 3 പേരും സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ആ സമയത്ത് അത്രി മഹർഷി പറയുകയാണ്, എന്താണ്, അനസൂയ ദേവി അകത്തുണ്ട്, സീത അകത്തേട്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ സീത അകത്തോട്ട് അനസൂയ ദേവിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനസൂയ ദേവി പറയുകയാണ്, കുഞ്ഞെ ഇങ്ങോട്ട് വരുമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്താണ്, നീ പതിവ്രതാ ധർമ്മം അനുസരിച്ച് ശ്രീരാമനെ അനുഗമിച്ചത് നന്നായി എന്ന് പറഞ്ഞു. എന്നിട്ട് സീതാദേവിക്ക് പട്ടുവസ്ത്രവും കുണ്ടലങ്ങളും സമ്മാനിക്കുകയാണ്. ദിവ്യമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളാണ്. അതുപോലെ തന്നെ കുറിക്കൂട്ട്, ഇതൊക്കെ സമ്മാനിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ വനവാസത്തിന് വന്നതാണെങ്കിലും നിന്റെ ശരീരകാന്തി ഒരിക്കലും കുറയില്ല, നീ ഭർത്താവിൻ്റെ മുന്നിൽ എന്നും സുന്ദരി തന്നെയായിരിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് അന്ന് അവിടെ ഇവരന്ന് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അത്രി മഹർഷി പറയുകയാണ് ശ്രീരാമദേവനോട്, അങ്ങ് നാരായണനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇത് പറയുന്ന സ്ഥലത്താണ് ഇവിടെ അയോധ്യാകാന്ഡം സമാപിക്കുന്നത്. ഇവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ കിളിപ്പൈതൽ, കാരണം എഴുത്തച്ഛൻ കിളിപ്പൈതലിനോടാണ് പറയാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ കിളിപ്പൈതൽ ഈ അയോധ്യാകാന്ഡം പറഞ്ഞവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ഈ 2 കാണ്ഡവും നമ്മൾ 9 ദിവസത്തെ പാരായണത്തിൽ നമുക്ക് പൂർത്തിയായി. ഇനി 4 കാണ്ഡങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ അയോധ്യാകാന്ഡത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. സീതാപരിണയം കഴിഞ്ഞതിന് ശേഷം അയോധ്യയിലെത്തിയ ശ്രീരാമദേവനും അനുജന്മാരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി വസിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അവിടത്തേക്ക് ആഗമിക്കുന്നതും പിന്നീട് അഭിഷേക ആരംഭം ഉണ്ടാകുന്നതും അഭിഷേക വിഘ്നം ഉണ്ടാകുന്നതും വിച്ഛിന്നാഭിഷേകം നടക്കുന്നതും ലക്ഷ്മണന് തത്വോപദേശം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിനുശേഷം വനയാത്രയാണ്. അതുപോലെ തന്നെ ശ്രീരാമ തത്വം എന്താണ് എന്നുള്ള കാര്യം വാമദേവ മഹർഷി പറയുകയാണ്. പിന്നീട് വനത്തിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഗുഹസംഗമമാണ്. ഭരദ്വാജ മഹർഷിയുടെയും വാൽമീകി മഹർഷിയുടെയും ആശ്രമങ്ങൾ സന്ദർശിക്കുകയാണ്. അതിനുശേഷം ദശരഥന്റെ വിലാപവും ദശരഥന്റെ മരണവുമാണ്. പിന്നീട് ഭരതന്റെ ആഗമനവും ഭരതന്റെ വിലാപവും ഭരതന്റെ വനയാത്രയും ഭരത രാഘവ സംവാദവും അത്രി മഹർഷിയുടെ ആശ്രമ പ്രവേശനത്തോടു കൂടെ ഇവിടെ അയോധ്യാകാന്ഡം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ അയോധ്യാകാന്ഡത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ച ഏറ്റവും വലിയ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും വളരെ ഉദാത്തമായിട്ടുള്ള സഹോദര സ്നേഹമാണ്. അതായത് രാജ്യം പോലും ത്യജിക്കുന്ന അച്ഛൻ്റെ വാക്ക് കേട്ട് പുത്രധർമ്മം പാലിക്കുന്ന ശ്രീരാമദേവൻ, വനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ശ്രീരാമദേവൻ, തനിക്ക് കൈവന്ന രാജ്യത്തെ അത് എനിക്ക് വേണ്ട, ഇത് എൻ്റെ ഏട്ടന്, അതും ആലോചിക്കുക, 1 ദിവസത്തെ മൂപ്പ് മാത്രമുള്ള ഏട്ടനാണ്, ഇതെൻ്റെ ഏട്ടൻ അവകാശപ്പെട്ടതാണ്, ഞാൻ ഏട്ടൻ്റെ ദാസനായിട്ട് മാത്രമേ നിൽക്കൂ എന്ന് പറയുന്ന ഒരനുജൻ. വനത്തിലേക്ക് പോയ സമയത്ത് വീണ്ടും ഈ രാജ്യം കയ്യിലേക്ക് വന്ന ശ്രീരാമദേവൻ അച്ഛൻ്റെ വാക്ക്, അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുകയാണ്. അപ്പൊ അച്ഛൻ്റെ വാക്ക് നിറവേറ്റുന്ന ശ്രീരാമദേവൻ. ഇവിടെ പലരും ശ്രീരാമദേവനെ ഉപദേശിക്കുന്നുണ്ട്. ദശരഥൻ പറയുന്നുണ്ട്, നീ എന്നെ പിടിച്ചു കെട്ടി രാജ്യം ഭരിച്ചോളൂ, അത് ക്ഷത്രിയധർമ്മത്തിന് നിരക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, അമ്മയും എല്ലാവരും അനുജനും എല്ലാവരും ശ്രീരാമദേവനെ രാജ്യം ഏറ്റെടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ശ്രീരാമദേവൻ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ തീരുമാനമെടുക്കുന്നത് ഏറ്റവും യോട് കൂടിയിട്ടുള്ള ധർമ്മത്തിന് മുൻനിർത്തിയുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തീരുമാനം എടുത്തത് കൊണ്ടാണ് അന്ന് ത്രേതായുഗത്തിൽ എത്രയോ രാജാക്കന്മാർ ആ കാലഘട്ടത്തിൽ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രീരാമദേവൻ ഇന്നും മര്യാദ പുരുഷോത്തമനായിട്ട് പൗരുഷത്തിന്റെ പ്രതീകമായിട്ട് ഇന്നും നമ്മൾ ശ്രീരാമദേവനെ ആരാധിക്കുന്നത്. ഇങ്ങനെ ഈ കർക്കിടക മാസത്തിലൊക്കെ 1 മാസം ഇരുന്ന് പാടുന്ന എന്തുകൊണ്ടാണ്? ഈ ധർമ്മം, അതായത് പുത്രധർമ്മം പുലർത്തിയ, രാജ്യം പോലും ത്യജിച്ച, ഏറ്റവും പ്രധാനം ധർമ്മമാണ്, മറ്റൊന്നുമല്ലാന്ന് കരുതിയ ഈ രാമന്റെ കഥ,
ഈ രാമന്റെ ധർമ്മം, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറഞ്ഞത്. രാമൻ എന്താണ് ധർമ്മത്തിന്റെ പ്രതീകമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ധാർമ്മികത കൊണ്ട് തന്നെയാണ് രാമനെ നമ്മൾ ഇന്നും ഭജിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് തൻ്റെ കയ്യിൽ വന്ന രാജ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ ഏട്ടന് കൊടുക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, തിരിച്ചെന്താണ് രാജ്യം ഭരിക്കാൻ വേണ്ടി നിർബന്ധിതനായപ്പോഴും ഞാൻ ജടാവൽക്കലധാരിയായിട്ട് കായികനികൾ ഭക്ഷിച്ചുകൊണ്ട് മാത്രമേ രാജ്യഭരണം നടത്തൂ, എൻ്റെ ഏട്ടൻ്റെ പാതകങ്ങൾ വെച്ചിട്ട് മാത്രമേ ഞാൻ രാജ്യഭരണം നടത്തൂ എന്ന് പറയുന്ന ഭാരതൻ തിരിച്ച് നന്ദിഗ്രാമത്തിലെത്തിയിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് ഈ ഭരതൻ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് ഒറ്റക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുക, തിരിച്ചു വരുന്നില്ല എന്ന് വിചാരിക്കുക. അയോധ്യാവാസികൾ എന്ത് പറയും? അയോധ്യാവാസികൾ പറയും എന്താണ് രാജ്യം കയ്യിൽ കിട്ടിയ ഭരതൻ കാട്ടിൽ പോയിട്ട് ഏട്ടനെ കൊന്നിട്ടെന്നാണ് തിരിച്ചു വന്നു എന്ന് പറയും. കാരണം 14 വർഷം കഴിഞ്ഞിട്ട് ശ്രീരാമൻ വരുമോ വരില്ലേ എന്നും പറയില്ല. കാരണം ജനങ്ങൾക്കെന്നും പറയാമല്ലോ, സീതക്കെതിരെ അപവാദം പറഞ്ഞവരാണല്ലോ അയോധ്യാവാസികൾ. അപ്പോൾ എന്തും പറയാം. പക്ഷെ ഇവിടെ ഭരതൻ തൻ്റെ ഭാഗം ശരിക്കും എന്താണ് ക്ലിയർ ചെയ്യുകയാണ്. പോകുന്ന സമയത്ത് അമ്മമാരെല്ലാവരും ഉണ്ട്, കുലഗുരുവുണ്ട്, മന്ത്രിമാരുണ്ട്, നാനാപുരവാസികളുണ്ട്, എല്ലാവരുടെയും മുമ്പ് നിന്നാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭരതന്റെ യശസ് കുറേ കൂടി ഉയരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള എന്താണ് ധർമ്മത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള ജ്യേഷ്ഠാനുജന്മാരെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഭർത്താവിൻ്റെ കൂടെ പതിവ്രത ധർമ്മം അനുഷ്ഠിച്ച് കാട്ടിലേക്ക് പോകുന്ന സീത. അതേപോലെ എന്താണ് അമ്മമാരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടാരത്തിൽ നിൽക്കുന്ന, അതായത് ഭർത്താവ് 14 വർഷത്തേക്ക് ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ കൊട്ടാരത്തിൽ നിൽക്കുന്ന ഊർമിള, ലക്ഷ്മണന്റെ പത്നിയായിട്ടുള്ള ഊർമിള. അതേപോലെ തന്നെ എന്താണ് ശ്രുതകീർത്തിയും മാണ്ഡവിയും. അതായത് ഭരതനും ശത്രുഘ്നനും അവിടെ എന്താണ് നന്ദിഗ്രാമത്തിലാണ്, അയോധ്യയിലേക്ക് വരുന്നില്ല. അവരും സന്യാസിമാരെ പോലെയാണ് ജീവിക്കുന്നത്, സന്യാസിയെ പോലെയാണ് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 4 സ്ത്രീരത്നങ്ങൾ, അതുപോലെ തന്നെ 4 പുരുഷരത്നങ്ങൾ, ഇവരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എന്തുകൊണ്ടും എന്നാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കഴിഞ്ഞത്. എല്ലാവർക്കും നന്ദി, നമസ്തേ.